നമസ്കാരം കൂട്ടുകാരെ. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യകാല പ്രക്ഷോഭങ്ങളിലെ പ്രധാനപ്പെട്ടവ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി സന്യാസി ലഹള. സന്യാസി ലഹള ആരംഭിച്ചതെന്നാണ് 1770, 820 വരെ ആ കാലഘട്ടങ്ങളിലാണ് സന്യാസി ലഹള നടന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ ഒരു വിപ്ലവമായിരുന്നു ഇത്, സന്യാസി ലഹള. ഈ ഏരിയയിൽ നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ ഒരു ചോദ്യമാണ് സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണെന്നുള്ളത്. എല്ലാവർക്കും അറിയാം. ഏതാണ് ആ നോവൽ? ആനന്ദമഠം. ഏതാണ്? ആനന്ദമഠം. വർഷം ഏതാണ്? 1882 ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത്. സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണേത്? ആനന്ദമഠം. ഇനി രണ്ടാമത്തെ വിപ്ലവം കട്ടബൊമ്മൻ വിപ്ലവം. കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണേത്? പോളിഗാർ വിപ്ലവം. ഏതാണ്? പോളിഗാർ വിപ്ലവം. ഇത് നടന്ന കാലഘട്ടം ഏതാണ്? 1799 മുതൽ 1805. അതായത് കേരളത്തിലെ ഒന്നാം പഴശ്ശി കലാപം നടന്ന ഒരു കാലഘട്ടം, അതായത് 793 മുതൽ 97 വരെയുള്ള കാലഘട്ടം. നമുക്ക് അതേ ഏരിയയിൽ ഇന്ത്യയിൽ നടന്ന മറ്റൊരു വിപ്ലവമാണ് ഇത്, കട്ടബൊമ്മൻ വിപ്ലവം. കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? തിരുനെൽവേലി. തിരുനെൽവേലി എവിടെയാണ്? തമിഴ്നാട്ടിൽ. അതെ, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്തത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇത് നമ്മൾ SCERT പോയിൻ്റാണ്. ആരാണ്? കട്ടബൊമ്മൻ വിപ്ലവം നേതൃത്വം നൽകിയത് ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അത് കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഇനി ഇതുപോലെ ഒന്നാമത്തെ പോളിഗർ വിപ്ലവം, അതായത് കട്ടബൊമ്മൻ വിപ്ലവം പോലെ തന്നെ രണ്ടാമതായിട്ട് നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1800 മുതൽ 801 വരെയായിരുന്നു രണ്ടാം പോളിഗർ വിപ്ലവം. എന്നാണ്? 1800 മുതൽ 801 വരെ. ഈ രണ്ടാം പോളിഗർ യുദ്ധം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൗത്ത് ഇന്ത്യൻ റെബല്ലിയൻ. ഏതാണ്? സൗത്ത് ഇന്ത്യൻ റെബല്ലിയൻ. ഇനി നമുക്ക് മൂന്നാമത്തെ കലാപം പരിചയപ്പെടാം. ഏതാണത്? രമോസിസ് കലാപം. ഏതാണ്? രമോസിസ് കലാപം. ഇതിൽ വലുതായിട്ടൊന്നും ഓർക്കാനില്ല. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പൂനെയിലാണ്. 822-29 കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ നേതാവെന്ന് പറയുന്നത് ചിറ്റൂർ സിംഗ് ആണ്. ആരാണ്? ചിറ്റൂർ സിംഗ്. രാമോസിസ് കലാപം, ചിറ്റൂർ സിംഗ്. പൂനെ ഓർക്കാൻ എളുപ്പമാണ്. രാമോസ് സിംഗ്. ആരാണ്? രാമോസ് സിംഗ് എന്ന് ഓർമ്മിച്ചാൽ മതി. ചിറ്റൂർ സിംഗ് ആണ് യഥാർത്ഥ നായകൻ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഓർക്കാൻ രാമോസ് സിംഗ് എന്ന് ഓർമ്മിച്ചാലും മതി. രാമോസ് സിംഗ്, ചിറ്റൂർ സിംഗ്, അങ്ങനെ ഓർക്കാം. ഇനി അടുത്തത് വഹാബി പ്രസ്ഥാനം. വഹാബി പ്രസ്ഥാനം നിലനിന്നിരുന്ന കാലഘട്ടമാണ് 830 മുതൽ 860 വരെയുള്ള കാലഘട്ടം. ഇതിൻ്റെ നേതാവെന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ബറേലിയാണ്. ഓക്കെ. ഇനി പാലകൊണ്ട പ്രസ്ഥാനം. പാലകൊണ്ട പ്രസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാണ്? പാലകൊണ്ട. അതേത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി അടുത്തത് ഫറാസി കലാപങ്ങൾ. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപമാണ് ഇത്. നമ്മുടെ ഈ കേരളത്തിലെ മലബാർ കലാപത്തിൻ്റെ അതേ സമയത്ത് ബംഗാളിലുണ്ടായിരുന്നതാണ് ഏത്? ഫറാസി കലാപം. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921. അതേ കാലഘട്ടത്തിൽ നടന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പാബ്ന കാർഷിക പ്രസ്ഥാനങ്ങൾ. പാബ്ന കാർഷിക പ്രസ്ഥാനങ്ങൾ നിലവിലുണ്ടായിരുന്ന കാലഘട്ടം ഏതാണ്? 1873 എന്നാണ്. 1873 പാബ്ന കാർഷിക പ്രസ്ഥാനം നടന്നത്. അതിൻ്റെ നേതാവെന്ന് പറയുന്ന ആരൊക്കെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, RC ദത്ത്, ഇഷാൻ ചന്ദ്ര റോയ്. ആരൊക്കെയാണ്? ഇഷാൻ ചന്ദ്ര റോയ്, RC ദത്ത്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി ഇൻഡിഗോ കലാപം. ഇൻഡിഗോ കലാപം നടന്ന വർഷം ഏതാണ്? 1859-60 കാലഘട്ടത്തിലാണ് ഇൻഡിഗോ കലാപം നടന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശമാണ് ബംഗാൾ. ഇൻഡിഗോ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളാണ് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ് ഇൻഡിഗോ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ. ഏകപ്രസ്ഥാനം നിലവിലുണ്ടായിരുന്ന കാലഘട്ടം ഏതാണ്? 1921-22 കാലഘട്ടത്തിലാണ് ഏകപ്രസ്ഥാനം വന്നത്.
ഏക പ്രസ്ഥാനം നയിച്ചത് കോൺഗ്രസിലെയും ഖിലാഫത്തിലെയും നേതാക്കളായിരുന്നു. അതിലെ പ്രധാന നേതാവെന്ന് പറയുന്നത് മദാരി പാസി. ആരാണ്? ഏക മദാരി പാസി. ഓക്കെ, ഒറ്റയ്ക്ക്, അതായത് ഒറ്റയ്ക്ക് ഏകമായി മദ്രസയിൽ പോയി എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചാലും മതി. തേഭാഗ സമരം. തേഭാഗ പ്രക്ഷോഭം അല്ലെങ്കിൽ തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. അത് PSCയുടെ ഒരു പ്രധാനപ്പെട്ട മുൻകാല ചോദ്യമാണ്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഇനി പൈക്ക പ്രക്ഷോഭം. ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളെയാണ് എന്തെന്നറിയപ്പെട്ടിരുന്നത്? പൈക്ക എന്നറിയപ്പെടുന്നത്, പൈക്കകൾ എന്നറിയപ്പെട്ടിരുന്നത്. ഈ പൈക്ക റെബല്യൻ പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ്? 1817 ഏപ്രിൽ 1 പൈക്ക റെബല്യൻ പൊട്ടിപ്പുറപ്പെട്ടത്. പൈക്ക റെബല്യൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൈക്ക വിദ്രോഹ. എന്താണ്? പൈക്ക വിദ്രോഹ. പൈക്ക റെബല്യൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോർദ. എവിടെയാണ്? കോർദ. ഈ പൈക്ക റെബല്യൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസിയാണ് ഈ പൈക്ക റെബല്യൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. പിന്നീടോ പൈക്കകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാർ നിർത്തലാക്കുകയും ചെയ്തു. ഇവ രണ്ടുമാണ് പൈക്ക റെബല്യൻ്റെ പ്രധാന കാരണങ്ങൾ. പൈക്ക റെബല്യൻ്റെ നേതാവാരായിരുന്നു? ബക്ഷി ജഗബന്ധു. ഇതും ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചു വയ്ക്കണേ. പൈക്ക റെബല്യൻ്റെ പ്രധാന നേതാവ് ഏതാണ്? ബക്ഷി ജഗബന്ധു. ബക്ഷി ജഗബന്ധുവിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? വിദ്യാധർ മൊഹാപാത്ര. ആരാണ്? വിദ്യാധർ മൊഹാപാത്ര. ബക്ഷി ജഗബന്ധു മരണപ്പെട്ടതെന്നാണ്? 1829. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. ഇനി പ്ലാസി യുദ്ധം പരിചയപ്പെട്ടാലോ? പ്ലാസി യുദ്ധം എന്താണ്? പ്രധാന കാരണം എന്താണ്? ഇരുട്ടർ ദുരന്തമാണ് പ്ലാസി യുദ്ധത്തിൻ്റെ പ്രധാന കാരണം. ഇതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ്. ഇത് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. ഈ ഇരുട്ടറ ദുരന്തത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സിറാജുദ്ദൗള. സിറാജുദ്ദൗള നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ, പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്ലാസി യുദ്ധത്തിന് ഈ നേതൃത്വം നൽകിയ ആളാണ് ആര്? സിറാജുദ്ദൗള. അദ്ദേഹം ആരായിരുന്നു? ബംഗാളിലെ നവാബായിരുന്നു. ഇനി പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757 ജൂൺ 23. ആരൊക്കെ തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്? സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായ ബ്രിട്ടീഷുകാർ അവരോധിച്ച സിറാജുദ്ദൗളയുടെ സേനാധിപനാരായിരുന്നു? മിർ ജാഫർ. പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ആലംഗീർ രണ്ടാമൻ. ആരായിരുന്നു? ആലംഗീർ രണ്ടാമനായിരുന്നു പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ഭരണാധികാരി. ഇനി നമുക്ക് ബക്സാർ യുദ്ധം നോക്കിയാലോ? ബക്സാർ യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. എന്നാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയതാണ് ഇത്? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764 ഒക്ടോബർ 22. ബക്സാർ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഷുജാഉദ്ദൗളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലായിരുന്നു ബക്സാർ യുദ്ധം നടന്നത്. ബക്സാർ യുദ്ധത്തിൽ ഷുജാഉദ്ദൗളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? മിർ ഖാസിമും ഷാ ആലം രണ്ടാമനും. ബക്സാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ബീഹാറിലാണ് ബക്സാർ സ്ഥിതി ചെയ്യുന്നത്. ഈ ബക്സാർ തോൽവിയെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് ഇത്? ഒന്നാം അലഹബാദ് ഉടമ്പടി. ഏതാണ്? ഒന്നാം അലഹബാദ് ഉടമ്പടി. അത് കുറച്ച് ഡീപ്പ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യനായിട്ടേ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ബക്സാർ യുദ്ധ സമയത്തെ ബംഗാൾ ഗവർണർ ആരായിരുന്നു? ഹെൻറി വാൻ സിറ്റാർട്ട്. ആരാണ്? ബക്സാർ യുദ്ധ സമയത്തെ ബംഗാൾ ഗവർണർ ആരായിരുന്നു? ഹെൻറി വാൻ സിറ്റാർട്ട്. ബക്സാർ തോൽവിയെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് ഇത്? ഒന്നാം അലഹബാദ് ഉടമ്പടി 1765.